ശരി, ഇനി പോകുന്നത് പാലക്കാടേക്കാണ്. അത് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പല ജില്ലകളിൽ നിന്നും നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാലക്കാട് ഇടത് മുന്നണിയിലാണ് തർക്കം. പലയിടത്തും ഒറ്റയ്ക്ക് മത്സരിക്കാൻ CPI ഇപ്പോൾ തയ്യാറാവുകയാണ്. മുമ്പ് മത്സരിച്ച സീറ്റുകൾ പോലും നിഷേധിച്ചുവെന്നാണ് ഇവരുടെ ആരോപണം. അതെ, ഒപ്പം തന്നെ CPM മുന്നണി മര്യാദ പാലിച്ചിട്ടില്ല എന്നും CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് ആരോപിക്കുന്നു. ഈ 3 മണ്ഡലത്തിലെ ചിറ്റൂരെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി സഖാക്കൾ വളരെ വികാരഭരിതമായിട്ടാണ് ജില്ലാ നേതൃത്വത്തിനെ സമീപിച്ചത്. അവിടെ മറ്റൊരു ഘടകകക്ഷിയും കൂടി ഉള്ളതുകൊണ്ട് അതുകൂടി അവർ കൂടി അതിൻ്റെ ഭാഗമായി ആ രാഷ്ട്രീയ മര്യാദ ചിറ്റൂര് പാലിച്ചില്ല എന്നുള്ളത് കൂടി അറിയിക്കുന്നു. മറ്റൊന്ന് മണ്ണൂരാണ്. പാലക്കാട് മണ്ഡലത്തിലും മണ്ണൂർ പഞ്ചായത്തിലും മാത്രമാണ്. അത് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് വളരെ ഐക്യത്തോടുകൂടി ഏറ്റവും അവസാനം വരെ വന്നു. പക്ഷെ ഒരു വാർഡിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് നമ്മൾ ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. തിരുമറ്റക്കൂട് അവസാന നിമിഷം വരെയും ചർച്ച ചെയ്തു. CPIക്ക് ഒരു സീറ്റ് പോലും അനുവദിക്കില്ല എന്നുള്ളതാണ് LDF പറയുന്നത്. സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ്, എന്താണ് CPIയുടെ പ്രശ്നം അവിടെ? നൗഫൽ, LDFന് ഒരു അർഹമായ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്ന ഒരു നിരാശയും പ്രതിഷേധവും എല്ലാം തന്നെയാണ് CPIക്ക് ഉള്ളത്. ആദ്യ ഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കാര്യമായ പ്രശ്നം അത് ഈ സേവ് CPI എന്ന് പറഞ്ഞ് ഒരു CPIയിൽ നിന്ന് പോയ ഒരു സംവിധാനവും അതോടൊപ്പം തന്നെ CPMനകത്ത് പല വിമത പ്രശ്നങ്ങളും ഉണ്ടായിരുന്നെങ്കിലും LDF എന്ന മുന്നണിക്കകത്ത് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. INL മാത്രമാണ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ LDF മുന്നണിയിൽ തന്നെ വലിയ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ ചിറ്റൂർ നഗരസഭയിൽ JDSന് 2 സീറ്റ് CPM അനുവദിച്ചു. എന്നാൽ CPIക്ക് ഒരു സീറ്റ് പോലും അനുവദിക്കാൻ തയ്യാറായില്ല. ഇത് ഈ പാർട്ടിയുടെ ഒരു അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ് എന്നൊരു വികാരമാണ് ചിറ്റൂരിൽ നിന്നുള്ള CPI നേതാക്കൾ പങ്കുവെച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചിറ്റൂർ നഗരസഭയിലും പരിസരത്തെ പഞ്ചായത്തുകളിലും മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഈ കഴിഞ്ഞ തവണ മണ്ണൂർ പഞ്ചായത്തിൽ ചില തർക്കങ്ങളും പരസ്പരം മത്സരിക്കുന്നതിലേക്ക് CPMഉം CPIയും പോയിരുന്നു. അത് എന്നാൽ ഇത്തവണ അത്തരമൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് തുടക്കത്തിൽ തന്നെ, അതായത് ഈ കഴിഞ്ഞ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ അത് പരിഹരിച്ചായിരുന്നു. പക്ഷെ ഈ ഒരു സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് CPM CPI തർക്കം വരികയും അങ്ങനെ 5 വാർഡുകളിൽ പരസ്പരം മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. തൃത്താല മേഖലയിലും സമാനമായ അവസ്ഥയാണ്. അതായത് ജില്ലയിൽ ഉടനീളം CPM CPI തർക്കം നിൽക്കുന്നത്. ആദ്യഘട്ടത്തിൽ കാര്യമായി വന്നിരുന്നില്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ ഈ CPIക്ക് സീറ്റ് ലഭിക്കുന്നില്ല എന്നൊരു വികാരം വന്നതോടുകൂടി ജില്ലാ നേതൃത്വം തന്നെ മത്സരിക്കാൻ പ്രാദേശിക ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. യെസ്, അപ്പോൾ ഇതിപ്പോ പാലക്കാടുള്ള മാത്രം പ്രശ്നമല്ല, പലയിടത്തു നിന്നും ഇത്തരം വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സീറ്റ് രാവിലെ പാലക്കാടും തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. തുടങ്ങുമ്പോൾ നമ്മളൊക്കെ പാലക്കാട് വളരെ ഐശ്വര്യമായിട്ട് തുടങ്ങി. ഇനി പലയിടത്തു നിന്നുള്ള ഈ വാർത്തകൾ തന്നെ വരാം. അപ്പോൾ നാമനിർദ്ദേശ പത്രിക കൊടുത്തു കഴിഞ്ഞെങ്കിലും തർക്കങ്ങൾ അവിടെ തീരുന്നില്ല എന്നുള്ളതാണ് സത്യം.